ഞങ്ങളെ പച്ചക്കറിക്കത്തേക്ക് ഇത്ര കറുപ്പ് ഇത്ര ഗ്രോത്തൊക്കെ എന്ന് പറയും. ആ ഗ്രോത്ത് കൂടാനുള്ള മരുന്നാട്ടത്. ഇത് കണ്ടില്ല നിങ്ങൾ, ഇത് പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും പശുവിൻ്റെ മൂത്രവും കൂടെ ഞങ്ങളിതിൽ ഒഴിക്കണതാണ്. ഇട്ടിട്ട് ഇപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഞങ്ങൾ ഒഴിക്കുന്നത്. ഇത് ഒഴിച്ചാൽ ഏത് മോശപ്പെട്ട തൈയും അടിപൊളിയായിട്ട് വരും. അതിനുള്ളൊരു മരുന്നാണ് ഇത് സാധനം. ഇതൊരു ഇഞ്ചക്ഷൻ തന്നെയാണ്. വളരെ ഇതെടുത്ത് നാടൻ പശുക്കളെ ഇത് വെച്ചൂർ പശുവിൻ്റെ കാണാം. ഒരു ബക്കറ്റ് ലിറ്ററിലേക്ക് 10 ലിറ്റർ എന്നാണ് കണക്ക് വെള്ളം പച്ചവെള്ളം. അപ്പോൾ ഇത് 2 പാത്രം പാരേണ്ടി വരും. ഇത് വേണ്ടത് 2 പാത്രം വേണ്ട, ഈ ഒരു പാത്രം തന്നെ മതി കേട്ടോ. ഇത് എല്ലാത്തിനും കുറേശ്ശെ ഞങ്ങളോട് പാര് ചെയ്യാം. അതൊഴിച്ചതിൻ്റെ കണ്ടോ, ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക എല്ലാത്തിനും. അതൊഴിച്ചതാണ് അതിൻ്റെയൊക്കെ അത്. ഇത് 2ാമത്തെ പ്രാവശ്യം ഞങ്ങളിത് ഒഴിക്കണം കേട്ടോ. ഇതെന്താണ്, മൂന്ന് തരം വഴുതനങ്ങയുള്ളത് ഇതിൽ. പിന്നെ ഇതിൽ പ്രത്യേകം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിന് ആദ്യം തന്നെ അരിക്കയറ്റി മണ്ണിട്ടാണ്, ഇംഗ്ലീഷ് വളർത്തിട്ട് അരിക്കയറ്റി മണ്ണിട്ടതായിട്ടാണ് ഇത്. പിന്നെയാണ് ഞങ്ങളിത് പാരുന്നത്. ഇത് ഉണ്ടാക്കാൻ ശേഷം നേരെ വൈകിട്ട് ഹൈബ്രിഡ് തൈകളാണ് കണ്ടോ. നീല വഴുതനങ്ങയാണിത് കണ്ടോ, വയലറ്റ് വഴുതനങ്ങയാണ്. 3 ഐറ്റംസ് ഉണ്ട്. ഇത് കൃഷിഭവൻ തന്നിട്ടുണ്ട്. കിട്ടിയ തൈകളുണ്ട്. പഞ്ചായത്ത് കിട്ടിയുണ്ട്, ബാങ്കിൽ നിന്ന് കർഷകർ ആദരിക്കുന്നത് കിട്ടിയുണ്ട്, പരപ്പനാട് ഹെർബൽ നിന്ന് വാങ്ങിയതുണ്ട്. അപ്പോൾ ഞാൻ പൂക്കൃഷിക്കാകെ നാശമായിപ്പോയതാണ്. അപ്പോൾ ഞാൻ അതിൽ കുഴിച്ചിട്ടതാണ് ഈ വഴുതനങ്ങ തക്കാളിയൊക്കെ. ഇതിനൊക്കെ ഒരു പ്രാവശ്യം ഇംഗ്ലീഷ് വളർത്തി ഞങ്ങൾ മണ്ണിട്ടാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇത് പിണ്ണാക്കിൻ്റെ സ്ലറി മാത്രമേ ഇതിന് ഒഴിക്കുള്ളൂ. അത് മാത്രം മതി. വളരെ അടിപൊളിയായിട്ട് ഇത് വരും. നല്ല കമ്പടം പൊട്ടി വന്നോളും ഈ സാധനമൊക്കെ. പിണ്ണാക്കൊക്കെ നൈട്രജൻ ആണല്ലോ, പിണ്ണാക്കും ചാണകത്തിലൊക്കെ ഞങ്ങളിത് പാരുക. അപ്പോൾ നമുക്കിത് ഇംഗ്ലീഷ് വളത്തിനേക്കാളും ലാഭമായിട്ട് വരും. നല്ല ഒരുപാട് കാലം നമുക്ക് ഈൽഡ് കിട്ടും ഈ സാധനം ഇതാക്കുകയാണെങ്കിൽ. പിന്നെ രോഗങ്ങളൊക്കെ കുറയും. ഇനി ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച കണ്ടാൽ മനസ്സിലാവും. ഈ ചാണകത്തിലേറി ഇതിൻ്റെ കൂടെ ഗുണം എന്താണെന്നുള്ളത്. വെണ്ടക്ക തൈ ഉണ്ട്, അപ്പോൾ അതിനും കൂടെ ഞാനിത് ഒഴിച്ചിക്കണേ. അപ്പോൾ ഇനി 15 ദിവസം കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് കാട്ടുക എന്നുള്ളത് നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട്. അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഇലയൊക്കെ ഭയങ്കര വലിപ്പമായിരിക്കും. ഇതൊക്കെ അടിവളമിട്ടിട്ട് അരിക്കയറ്റിയതാണ്. അപ്പോൾ എൻ്റെ പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.